ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്കറിയുന്ന പോലെ തന്നെ മാർക്കറ്റൊക്കെ കുറച്ചൊരു താഴേക്കും മുകളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാമാന്യേന താഴോട്ടാണ്, ഒരു ബെയറിഷ് ട്രെൻഡാണ്, അതൊക്കെയാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറേ മന്ത്രങ്ങളുമായിട്ട് കുറേ പേരൊക്കെ ഇറങ്ങുന്നുണ്ട്. ബൈ ഓൺ ഡിപ്സ്, ആവറേജിങ്, പിരമിഡിങ്, ക്വാളിറ്റി സ്റ്റോക്സ്, ലാർജ് ക്യാപ്പ് വാങ്ങിക്കുക, സ്മോൾ ക്യാപ്പ് വാങ്ങിക്കുക, മിഡ് ക്യാപ്പ് വാങ്ങിക്കുക തുടങ്ങിയവയൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് സാധാരണ രീതിയിൽ എപ്പോഴെങ്കിലും മാർക്കറ്റ് ഒരു അനിശ്ചിതാവസ്ഥയിലേക്കോ അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻസ് ഫേവറബിൾ അല്ലാതെ ഇരിക്കുകയോ മാക്രോ എക്കണോമിക്സ് ഡാറ്റ അത്ര ഫേവറബിൾ അല്ലാതെ ഇരിക്കുകയോ ചെയ്യുമ്പോൾ ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകൾ വാങ്ങിക്കാനാണ് സാധാരണ എല്ലാവരും പറയാറുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാമാന്യനെ നമ്മൾ പറയാറ് ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളൊക്കെ സാമാന്യമായിട്ട് ശക്തിയുള്ള ഫിനാൻഷ്യൽസ് ആണ് ബാക്കപ്പ് ചെയ്യുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴേക്ക് പോകുമ്പോൾ അത്രയ്ക്ക് താഴേക്ക് പോകില്ല എന്നൊക്കെയാണ് കരുതപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് ഒരു ഡാറ്റ അനലിറ്റിക്സ് നടത്തുകയാണെങ്കിൽ, മുമ്പിലുള്ള നമ്മുടെ ഡാറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂതകാലത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ഈ പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. കൂടാതെ ഇപ്പം ഈയിടത്തെ ഒരു പരിതസ്ഥിതിയിൽ ലാർജ് ക്യാപ്പിലാണോ സ്മോൾ ക്യാപ്പിലാണോ നമ്മൾ എൻട്രി ചെയ്യേണ്ടത്, അതുകൂടി നമുക്ക് നോക്കാം. സ്മോൾ ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഈ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളെല്ലാം തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഫിനാൻഷ്യൽസ് ഉള്ളതാണെന്ന് ധരിച്ചു വെക്കരുത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയും ഫ്രീ ഫ്ലോട്ടിംഗ് സ്റ്റോക്കിൻ്റെയും വിലയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യമാണ് നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതിനു മുമ്പത്തെ കാലങ്ങളിൽ ഒരു ബുൾ റാലി നടത്തിയപ്പോഴും ബെയർ റാലി നടത്തി കഴിഞ്ഞപ്പോഴും നിഫ്റ്റിയും CNS സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും ഇത് രണ്ടും എങ്ങനെ പ്രകടനം നടത്തിയെന്നുള്ളതും, മുകളിലേക്ക് പോകുമ്പം ഇത് രണ്ടും എന്തുമാത്രം മുകളിലേക്ക് പോയി, താഴേക്ക് കറക്ഷൻ്റെ സമയത്ത് എന്തുമാത്രം താഴേക്ക് വന്നു എന്നുള്ളതും, അതിനുശേഷം ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ ലാർജ് ക്യാപ്പാണോ സ്മോൾ ക്യാപ്പിലാണോ കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദന വിഷയം. അതിനായിട്ട് നമുക്ക് ആദ്യം ഭൂതകാലത്തേക്ക് ചെന്ന് നോക്കാം. പ്രധാനമായിട്ടുള്ള ഒരു ബുൾ റാലി 2004 മുതൽ 2008 വരെയുള്ള ഒരു ബുൾ റാലി, അത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ കാണാൻ കഴിയുന്നൊരു കാര്യം, നിഫ്റ്റി 315% ഉയർന്ന സമയത്ത് മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 652% ഉയർന്നു. അതായത് നിഫ്റ്റിനേക്കാളും ഏകദേശം ഇരട്ടി. അടുത്ത ബുൾ റാലി നമുക്ക് പറയാൻ പറ്റുന്നത് കോവിഡ് കാലത്ത് താഴോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ 2022 വരെ നീണ്ടു നിന്ന ഒരു ബുൾ റാലിയാണ്. ആ ഒരു സമയത്ത് നമുക്ക് കാണാൻ കഴിയും നിഫ്റ്റി ഏകദേശം 125% മുകളിലേക്ക് പോയി. അതേസമയം സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 241% മുകളിലേക്ക് പോയി. അടുത്തതായിട്ട് നമുക്ക് കറക്ഷൻസ് നടന്നപ്പോൾ ഉള്ള അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2010-13 കാലങ്ങളിൽ നടന്ന കറക്ഷൻ, ആ ഒരു സമയത്ത് നിഫ്റ്റി 12% താഴേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 45% താഴോട്ട് വന്നു, ഏകദേശം 4 ഇരട്ടി. മറ്റൊരു കറക്ഷനുമാണ് ജാനുവരി മുതൽ ഒക്ടോബർ വരെ 2018 നടന്നത്. ആ ഒരു കാലയളവിൽ നിഫ്റ്റി ഏകദേശം 2% താഴോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 40% അടുത്ത് താഴേക്ക് എത്തി, അതായത് ഏകദേശം 20 ഇരട്ടി. മറ്റൊരു കറക്ഷൻ ജാനുവരി 2022 മുതൽ ജൂൺ 2022 വരെയുള്ളതാണ്. ഈ ഒരു കാലത്ത് നിഫ്റ്റി 16% കറക്ഷൻ നടന്നു. ആ ഒരു സമയം 33% കറക്ഷൻ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നടന്നു, അതായത് ഏകദേശം ഇരട്ടി. ഈ ഡാറ്റ കാണിക്കുന്നത് മറ്റൊന്നുമല്ല, ബുൾ റാലി നടക്കുന്ന സമയത്ത് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നിഫ്റ്റിയെക്കാളും ബഹുദൂരം മുന്നോട്ട് പോകും. അതേസമയം ഒരു കറക്ഷനോ അല്ലെങ്കിൽ ബെയറിഷ് ട്രെൻഡോ വരുമ്പോൾ 5-6 ഇരട്ടി താഴേക്ക് വരികയും ചെയ്യും. തികച്ചും സ്വാഭാവികം മാത്രം. അപ്പോൾ നമ്മൾ കറക്ഷൻ്റെ സമയത്തും ബുൾ റാലിയുടെ സമയത്തും സ്മോൾ ക്യാപ്പും നിഫ്റ്റിയും എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് അറിയുകയല്ല നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇന്നത്തെ ഈ ഒരു പരിസ്ഥിതിയിൽ ഏതിലേക്കായിരിക്കണം നമ്മുടെ പോർട്ട്ഫോളിയോ കൂടുതൽ ചായേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു റേഷ്യോ എടുക്കുന്നത് നല്ലതാണ്. ഈ റേഷ്യോ മറ്റൊന്നുമല്ല, ലാർജ് ക്യാപ്പ് അല്ലെങ്കിൽ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പിൻ്റെയും ഒരു റേഷ്യോ ആണ്. ഈ ഒരു റേഷ്യോ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൻ്റെ അകത്ത് മുകളിലേക്ക് പോകുന്നു എന്ന് കാണിക്കുമ്പോൾ ലാർജ് ക്യാപ്പ് അഥവാ നിഫ്റ്റി സ്മോൾ ക്യാപ്പിനേക്കാളും കൂടുതലായി മുകളിലേക്ക് പോകാൻ തുടങ്ങുന്നു എന്നർത്ഥം. കാരണം ന്യൂമറേറ്ററിൽ, മലയാളത്തിൽ പറയുമ്പം അംശം, അതിൽ ലാർജ് ക്യാപ്പാണ് ഇരിക്കുന്നത്, അതേസമയം ഡിനോമിനേറ്ററിൽ സ്മോൾ ക്യാപ്പാണുള്ളത്. അപ്പോൾ ന്യൂമറേറ്ററിലെ വാല്യൂ വലുതാണെങ്കിലാണ് ഈ വാല്യൂ വലുതാകുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്ലോട്ടിൻ്റെ അകത്ത് ഗ്രീൻ ക്യാൻഡിൽസ് ഒക്കെ കാണുന്നത് മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു സമയത്ത് ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളാണ് മുകളിലേക്ക് പോയത്. എന്നിട്ട് ആ ഗ്രീൻ ക്യാൻഡിൽസിൻ്റെ ആ ഗ്രീൻ കളറിൽ വട്ടമിട്ട് വെച്ചിരിക്കുന്നിടത്തൊക്കെ ലാർജ് ക്യാപ്പുകൾ അതിൻ്റെ ഏറ്റവും പീക്ക് വാല്യൂയിൽ എത്തി എന്ന് വേണം കരുതാൻ. താഴേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലാർജ് ക്യാപ്പിനേക്കാളും നന്നായിട്ട് സ്മോൾ ക്യാപ്പ് പെർഫോം ചെയ്തിരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലോട്ട് വേണമെങ്കിലോ ട്രെൻഡ് ലൈനൊക്കെ വരയുവാണെങ്കിൽ ഇതേപോലെ ഉണ്ടാവും. ഇതിപ്പം ചൊവ്വാഴ്ചത്തെ ഡാറ്റ വെച്ച് വരഞ്ഞതാണ്. ഇത് റേഷ്യോ ആയതുകൊണ്ട് ഇതിന് സപ്പോർട്ട് ലെവലാണ് ആ ട്രെൻഡ് ലൈനിൽ എന്നുള്ളതൊന്നും തെറ്റിദ്ധരിക്കരുത്. പക്ഷേ അവിടെ നിന്ന് ഇനിയിപ്പോൾ മുകളിലേക്ക് പോവുകയാണ് എന്ന് കരുതുക. ഇപ്പോൾ ആ കാണിച്ച ലെവലിൽ നിന്നും
മുകളിലേക്ക് പോവുകയാണ് എന്ന് കരുതുക. അപ്പം അങ്ങനെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴേക്കും മുകളിലേക്ക് പോകുന്ന സമയങ്ങളിൽ ലാർജ് ക്യാപ്പുകളാണ് കൂടുതലായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് സ്മോൾ ക്യാപ്പിൽ വേണോ എൻ്റർ ചെയ്യേണ്ടത്, ലാർജ് ക്യാപ്പിൽ വേണോ എൻ്റർ ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ലാർജ് ക്യാപ്പ് എന്നാണ്. കാരണം പീക്ക് വാല്യൂവിൽ, ഈ റേഷ്യോയുടെ പീക്ക് വാല്യൂവിൽ ഇരിക്കുമ്പോൾ സ്മോൾ ക്യാപ്പുകളിലും അതിൻ്റെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ ഇരിക്കുമ്പോൾ ലാർജ് ക്യാപ്പിലുമാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇതൊരു ചെറിയൊരു ലോജിക്കാണ്, ചെറിയൊരു അനലിറ്റിക്സ് ആണ്. ഇത് എപ്പോഴും ശരിയായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതൊരു ബിഹേവിയറൽ ട്രെൻഡ് മാത്രമാണ് അനലിറ്റിക്സിൻ്റെ അകത്തുനിന്ന്. പക്ഷെ എങ്കിൽ പോലും പോർട്ട്ഫോളിയോയിൽ കൂടുതലായിട്ട് അലൈൻ ചെയ്യേണ്ടത് സ്മോൾ ക്യാപ്പ് എന്നുള്ളൊരു കൺക്ലൂഷനിൽ അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ലാർജ് ക്യാപ്പിൽ അലോക്കേഷൻ നടത്തുന്നതിനകത്ത് വലിയൊരു തെറ്റില്ല. താരതമ്യേന റിസ്ക് കുറവായിരിക്കും. ഡേറ്റയും അത് തന്നെയാണ് പറയുന്നത്. ജ്യോത്സ്യന്മാരെ പോലെ പ്രവചനം നടത്താൻ മാർക്കറ്റിൽ സാധാരണ രീതിയിൽ സാധ്യമല്ല. പക്ഷെ നമ്പേഴ്സ്, ഡാറ്റ, അനലിറ്റിക്സ് ഔട്ട്പുട്ട് ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ട് അതിൻ്റെ ഇൻഫറൻസ് സാധാരണ രീതിയിൽ പലപ്പോഴും ശരിയാകാറുണ്ട്. നമ്പേഴ്സ് തന്നെയാണ് ജീവിതത്തെയും ലോകത്തെയും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഒബ്സർവ് ചെയ്തിട്ട് ഒരു തീരുമാനങ്ങൾ എടുക്കാം. ജനറൽ ട്രെൻഡ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.